വെൽക്കം ടു വൺസ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് മോഡ്യൂൾ 1-ൽ നിന്നും മറ്റൊരു ടോപ്പിക്ക് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ്. എപ്പോഴും നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിലായാലും ഒക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് വാട്ട് യു മീൻ ബൈ ദ ടേം ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. നമുക്ക് ഇന്ന് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. എനിവേ, ഫസ്റ്റ് തിങ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ സിസ്റ്റം സൈസ് ഓർ മാസ്. നിങ്ങൾ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന IN ഇവിടെ ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് ഇന്റൻസീവ് എന്നാൽ ഇൻഡിപെൻഡന്റ് ഓഫ് സിസ്റ്റം സൈസ്. തൽക്കാലം സൈസ് വിട്ടേക്കും, മാസ് കൂടുതൽ ശ്രദ്ധിക്കുക ഈ സ്റ്റേറ്റ്മെന്റിൽ. സോ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സിസ്റ്റം സൈസ് ഓർ മാസ്. ഇത് എഴുതി വെച്ചിട്ട് എന്തിനാ വെട്ടിയെന്ന് വിചാരിക്കരുത്. ഇതാണ് അതിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ. ബട്ട് നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പെട്ടെന്ന് ഓർക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ ഇൻഡിപെൻഡന്റ്. ഈ IN തന്നെ ശ്രദ്ധിക്കുക. ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സിസ്റ്റം സൈസ് ഓർ മാസ്. ദേ ഡോണ്ട് സ്കെയിൽ വിത്ത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ്. എത്രത്തോളം സബ്സ്റ്റൻസ് ഉണ്ട് എന്നതനുസരിച്ച് സ്കെയിൽ ചെയ്യില്ല, അതനുസരിച്ച് അത് വളരില്ല. സോ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ദേ ഓൾവേസ് ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. എക്സാമ്പിൾസ്: ടെമ്പറേച്ചർ മാസിന് ഡിപ്പെൻഡ് ചെയ്യാറില്ല, പ്രഷർ മാസിന് ഡിപ്പെൻഡ് ചെയ്യാറില്ല, ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം ആൻഡ് കോൺസെൻട്രേഷൻസ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക് വോളിയത്തിനകത്ത് ഈ സ്പെസിഫിക് എന്ന് പറയുന്ന വേർഡിനെ പറ്റി പറയാം. വോളിയം എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് അല്ല, സ്പെസിഫിക് വോളിയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇന്റൻസീവ് ആണ്. സോ ദർ ഇസ് സംതിങ് കോൾഡ്, അല്ലെങ്കിൽ എന്താണ് ഈ സ്പെസിഫിക് എന്നുള്ളത് അപ്പൊ പറയാം. സോ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് സിസ്റ്റം സൈസ് ഓർ മാസ്. ദേ ഡോണ്ട് സ്കെയിൽ വിത്ത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഓർത്തോളം. ഇന്റൻസീവ്, ഇൻഡിപെൻഡന്റ്. എന്തിന്റെ? സിസ്റ്റം മാസിന് ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടാമത്, ഈ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ദേ ഹാവ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. സോ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, നമുക്ക് തെർമൽ ഇക്വിലിബ്രിയത്തിനകത്തുള്ള സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനുണ്ട്, അപ്പൊ നമ്മൾ ആ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇക്വിലിബ്രിയത്തിനെ പറ്റി പറയും. അപ്പൊ ഇക്വിലിബ്രിയം സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പ്രോപ്പർട്ടീസ്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ദേ ഹാവ് ദ സെയിം വാല്യൂ ത്രൂ ഔട്ട് ദ സിസ്റ്റം. ദാറ്റ് ഈസ് എ സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം. സിസ്റ്റം A ഇസ് ഇൻ ഇക്വിലിബ്രിയം. ഇവിടെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിന് ഈ എൻഡിലും അതേ ടെമ്പറേച്ചർ ആയിരിക്കും, ഇവിടെയും അതേ ടെമ്പറേച്ചർ ആയിരിക്കും. സിസ്റ്റം ഇനി വളർന്നാൽ, കുറച്ചുകൂടി വളർന്നാലും ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം ആണെങ്കിൽ ടെമ്പറേച്ചർ ഇത് തന്നെയായിരിക്കും. ബിക്കോസ് ടെമ്പറേച്ചർ ഇസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. ടെമ്പറേച്ചർ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓർ ദ സൈസ് ഓഫ് ദ സിസ്റ്റം. ആൻഡ് ദീസ് പ്രോപ്പർട്ടീസ് ദേ ഡോണ്ട് ചേഞ്ച് ഇഫ് യു ഡിവൈഡ് ദ സിസ്റ്റം ഇൻ ടു പാർട്സ്. ഇതേപോലെ നമ്മൾ മറ്റേ സിസ്റ്റം, ഇതിനെ നമ്മൾ രണ്ട് സിസ്റ്റം ആക്കി മാറ്റുകയാണ്. A1 A2 ആയിട്ട് മാറ്റുകയാണ്. അങ്ങനെയാണെങ്കിലും ഇക്വിലിബ്രിയം ആണെങ്കിൽ, ഈ സിസ്റ്റമായിട്ട് ഇക്വിലിബ്രിയം ആണെങ്കിൽ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ദേ ആർ particularly useful for characterizing materials and conditions which are independent of quantity. എത്രത്തോളം ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റം പ്രോപ്പർട്ടീസ് ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. Two systems at the same temperature and pressure, they are in thermal and mechanical equilibrium regardless of their sizes. So that means രണ്ട് സിസ്റ്റംസ് ടെമ്പറേച്ചർ പ്രഷറിൽ എടുക്കുവാണെങ്കിൽ they are the same pressure and they are in thermal and equilibrium, they are regardless of their sizes. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ ടെമ്പറേച്ചറെ പറഞ്ഞോളൂ. ഇപ്പോൾ ടെമ്പറേച്ചർ പ്രഷർ നോക്കുക. രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ സിസ്റ്റം ഇനിയും വളരുകയാണെങ്കിൽ അതിന്റെ പ്രഷർ ടെമ്പറേച്ചർ മാറത്തില്ല. സോ ഇത്രയും നേരം പറഞ്ഞത് ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന്റെ എക്സ്റ്റൻഷൻ ആണ്. ദാറ്റ് ഈസ്, എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? ദേ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സിസ്റ്റം സൈസ് ഓർ മാസ്. അതുപോലെ ദേ ഡോണ്ട് സ്കെയിൽ, ദേ ഡോണ്ട് ഇൻക്രീസ് വിത്ത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, സ്പെസിഫിക് വോളിയം. ചെറിയ V ആണ്, വലിയ V ആണ് വോളിയം, ആൻഡ് കോൺസെൻട്രേഷൻ C. സോ ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസ് ഓർത്ത് വെച്ചോളണം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും. റൈറ്റ് സം എക്സാമ്പിൾസ് കൊണ്ട് ചോദിക്കും. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഇനി എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ഇന്റൻസീവിന്റെ ഓപ്പോസിറ്റ് ആണ്. ദേ ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓർ സൈസ് ഓഫ് ദ സിസ്റ്റം. ദേ സ്കെയിൽ പ്രൊപ്പോർഷണലി, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൊപ്പോർഷണലി വിത്ത് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ്. സോ മാസ് അല്ലെങ്കിൽ സൈസ് ഉയരുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ പറയുന്ന
എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ഉയരും. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്, മാസ് എന്നൊരു എക്സാമ്പിൾ ആണ്, ടോട്ടൽ വോളിയം, ടോട്ടൽ എനർജി, ടോട്ടൽ എൻട്രോപ്പി ആൻഡ് മൊമെന്റം. ഇവിടെ നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നത് ടോട്ടൽ എന്നൊരു വേർഡാണ്. മറ്റൊരു നമ്മൾ സ്പെസിഫിക് എന്നൊരു വേർഡ് ഉപയോഗിച്ചു. ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ സ്പെസിഫിക് വോളിയം ഉപയോഗിച്ചു, ഈ പറഞ്ഞ സ്പെസിഫിക് എൻതാൽപ്പി ഉപയോഗിക്കാം, സ്പെസിഫിക് എൻട്രോപ്പി, അങ്ങനെ കുറെ സ്പെസിഫിക് ഉണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും ടോട്ടൽ എനർജി, ടോട്ടൽ എൻട്രോപ്പി, ടോട്ടൽ വോളിയം, ടോട്ടൽ മാസ്, പിന്നെ മൊമെന്റത്തിന് ടോട്ടൽ പറഞ്ഞാലും മൊമെന്റം, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം മാസ് അനുസരിച്ച് മാറും എന്നാണ് പറയുന്നത്. ഇപ്പൊ വോളിയം എങ്ങനെ മാറും? ഡെൻസിറ്റി ഫിക്സഡ് ആണല്ലോ. ഒരു എലമെന്റ് ഡെൻസിറ്റി ഫിക്സഡ് ആണെങ്കിൽ മാസ് ബൈ വോളിയം അല്ലേ. അപ്പൊ മാസ് മാറുന്നതനുസരിച്ച് വോളിയം മാറിയില്ലേ പറ്റത്തുള്ളൂ ഡെൻസിറ്റി പ്രോപ്പർ ആവാനായിട്ട്. സോ അങ്ങനെ ഓരോ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ദേ ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദിസ് മാസ്. അല്ലെങ്കിൽ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റൻസീവ്, ബിക്കോസ് ദേ സ്കെയിൽ പ്രൊപ്പോർഷണലി വിത്ത് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ്. ഇതാണെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്ന കാര്യം IN വെച്ച് ഓർക്കുക. അവർ മാസ് അനുസരിച്ച് ഇന്റൻസീവ് ആയിട്ട്, മീൻസ് പ്രോപ്പർട്ടീസ് എന്താണ് മാസ് അനുസരിച്ച് കൂടത്തില്ല. അതുകൂടി മനസ്സിലാക്കും. So, extensive properties. If you double the size of a system while keeping intensive properties constant, intensive properties constant ആക്കിക്കൊണ്ട് സിസ്റ്റം ഡബിൾ ആക്കുകയാണെങ്കിൽ എല്ലാ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസും ഡബിൾ ആവും. സോ വാട്ട് യു മീൻ വിത്ത് ദ ടേം കീപ്പിംഗ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ്? അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി കോൺസ്റ്റന്റ് ആണെങ്കിൽ മിക്കവാറും ഇക്വിലിബ്രിയം പോയിന്റ്സ് ആയിരിക്കണം. ഇക്വിലിബ്രിയം ആണെങ്കിൽ, ഇപ്പൊ ടു സിസ്റ്റംസ് ആർ അറ്റ് ഇക്വിലിബ്രിയം, ഇഫ് യു ഇൻക്രീസ് ദ സൈസ് ഓഫ് എ സിസ്റ്റം വെൻ കമ്പയർഡ് ടു അതർ സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ ഇന്റൻസീവ് പ്രോപ്പർട്ടി മാറത്തില്ല. പ്രഷർ, ടെമ്പറേച്ചർ അങ്ങനെയുള്ള ഒന്നും മാറത്തില്ല. പക്ഷെ അതിന്റെ ടോട്ടൽ എൻതാൽപ്പി, ടോട്ടൽ എൻട്രോപ്പി ഒക്കെ ഒരു സിസ്റ്റത്തിന്റെ മാറാം മറ്റു സിസ്റ്റത്തിനെ കമ്പയർ ചെയ്യാം. ബിക്കോസ് ആ ഒരു സിസ്റ്റത്തിന്റെ സൈസ് ഡബിൾ ആയി. സോ അതനുസരിച്ച് എല്ലാ പ്രോപ്പർട്ടീസും ഡബിൾ ആവും. These properties are additive. The total mass of a system equals the sum of the masses of its parts. അതായത് ടോട്ടൽ മാസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, പല പല സിസ്റ്റമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, M1 M2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോ എൻതാൽപ്പി ഞാൻ H വെച്ച് ഡിനോട്ട് ചെയ്യും. ടോട്ടൽ എൻതാൽപ്പി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിസ്റ്റംസിന്റെ എൻതാൽപ്പിയുടെ സമ്മായിരിക്കും. സോ ദേ ആർ അഡിറ്റീവ് ഇൻ നേച്ചർ. The total mass of a system equals the sum of the mass of its parts. Extensive properties are essential for conservation laws and overall system accounting. Conservation laws and overall system accountingന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നമുക്ക് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ഇന്റൻസീവ് ആക്കാൻ പറ്റുന്നതാണ്? അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് സ്പെസിഫിക് എന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ശ്രദ്ധിക്കുക, സ്പെസിഫിക്. നമുക്ക് വോളിയത്തിനെ സ്പെസിഫിക് ആക്കാനായിട്ട് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. എൻട്രോപ്പിയെ സ്പെസിഫിക് ആക്കാനായിട്ട് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ എൻതാൽപ്പിയെ സ്പെസിഫിക് ആക്കാനായിട്ട് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. ഏതൊരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. ദിസ് ഇസ് കോൾഡ് സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻട്രോപ്പി, സ്പെസിഫിക് എൻതാൽപ്പി. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിനെ ഡിവൈഡ് ബൈ മാസ് ചെയ്താൽ പിന്നെ മാസ് ഡിപ്പെൻഡന്റ് ഇല്ല. അതിന്റെ മാസ് ഡിപ്പെൻഡൻസി നമ്മൾ കളയുകയാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടീസ് സ്പെസിഫിക് ആയിട്ട് മാറുകയും അത് ഇന്റൻസീവ് ആയിട്ട് മാറുകയും ചെയ്യും. സോ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസിനെ നമുക്ക് ഇന്റൻസീവ് ആക്കാനായിട്ട് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അത് ഇല്ലാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത്. സോ സ്പെസിഫിക്കിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഡ് ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ മാസ് ഇൻക്ലൂഡഡ് ആണ്, കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന്. സോ ഇതാണ് നമുക്ക് ഇന്റൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയെ പറ്റി പറയാനുള്ളത്. അത് നല്ലോണം മനസ്സിലാക്കുക. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് എഴുതുക. 2 മാർക്ക് ആണെങ്കിൽ എന്താണ് ഇന്റൻസീവ്, എന്താണ് എക്സ്റ്റൻസീവ്, അതിന്റെ എക്സാമ്പിൾസ് മാത്രം എഴുതി അത് പൂർത്തിയാക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.